മൂവാറ്റുപുഴയിൽ ശംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാർ അടിച്ചു തകർത്ത സംഭവം ആസൂത്രിതമാണ്. കേസിൽ അപകടമുണ്ടാക്കിയ ലോറി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പെരുമ്പാവൂരിൽ വെച്ച് ബിഷപ്പിന്റെ കാറും ലോറിയും കൂട്ടിമുട്ടിയതിന് പിന്നാലെ കാർ പിന്തുടർന്ന് ലോറിയിലെ ജീവനക്കാർ ആക്രമണം നടത്തുകയായിരുന്നു. തൊടുപുഴ സ്വദേശികളായ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണോ എന്ന് പോലും സംശയമുണ്ടെന്ന് അങ്ങനെ കരുതണോ, അതോ ഒരു കരുതിക്കൂട്ടിയുള്ള ഈ രീതിയിൽ പൊതുനിരത്തിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ പ്രതികാരമായി നടത്തിയ ഒരാക്രമണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ രാത്രിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഒപ്പം തന്നെ ഇതിൽ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് നടന്നതെന്ന ഭാഗമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ അപകടം ഈ വാഹനം തട്ടിയ ശേഷം അവർ വിടാതെ പിന്തുടർന്നു എന്നതാണ് പറയുന്നത്. അക്കാര്യത്തിലാണ് പോലീസ് ഒരു സംശയം നൽകുന്നത്. അങ്ങനെ പിന്തുടർന്ന് വന്ന വാഹനം തടയുക, അതിനകത്ത് സഞ്ചരിക്കുന്ന ആൾ വളരെ വ്യക്തമായിട്ട് ബിഷപ്പാണ് എന്ന് മനസ്സിലാക്കുക. കാരണം സാധാരണഗതിയിൽ ബിഷപ്പ്മാർ അവരൊരു ഔദ്യോഗിക സ്ഥാനിക ചിഹ്നങ്ങളെല്ലാം തന്നെ അണിഞ്ഞ് പോകുന്ന അതാണ് അവരൊരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൽ പോലും ഒരു സഭാ മേലധ്യക്ഷനെതിരെ ഈ രീതിയിലൊരു അതിക്രമം നടത്തുന്ന, അവർക്ക് കാറിന് നേരെ ആക്രമണം നടത്തുന്നതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആസൂത്രണം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിലിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അടക്കം ഇതിൽ പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ആരാണ് അതിലുണ്ടായിരുന്ന അപകടമുണ്ടാക്കിയ ലോറി പോലീസ് പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറെയും പോലീസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തൊടുപുഴ സ്വദേശികളാണ് എന്നത് പോലീസ് പറയുകയും ചെയ്തു. ഇന്നലെ രാത്രിയാണ് ശംഷാദ് രൂപത ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ്, ഇതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ പറയുകയുണ്ടായിട്ടുണ്ട്. മതസൗഹാർദ്ദത്തെയും സമൂഹത്തിന്റെ ശാന്തിയും വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഭീകര പ്രവൃത്തിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മതസമുദായ നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. അതാണ് ഡാനി, ഇവിടെ ഒരു ആശങ്കപ്പെടുത്തിയ കാര്യം അതാണ്. ഒരു മതപുരോഹിതനാണോ വാഹനത്തിനുള്ളിലുള്ളതെന്നും അറിഞ്ഞിട്ടും, അതായത് ഒരു ബിഷപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. ഒരു സാമൂഹ്യ വിരുദ്ധരായിരിക്കാം ഈ വാഹനം, ബിഷപ്പിന്റെ വാഹനം തല്ലി തകർത്തതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൊടുപുഴ സ്വദേശികളാണെന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ? അറസ്റ്റുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം പോലീസ് ഈ വാഹനം പോലീസിന് പിടികൂടാൻ സാധിച്ചു. അതിനകത്തുണ്ടായിരുന്ന രണ്ടുപേരും അതിക്രമത്തിന് നേതൃത്വം നൽകിയതാണ്, ഡ്രൈവറും ക്ലീനറും. ഇവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ അവരെ ഒളിവിൽ ഇതറിയതിനു ശേഷം ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ഒപ്പം ഇതിന്റെ മൊബൈൽ സംവിധാനങ്ങൾ പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ ഇന്ന് തന്നെ അതിന്റെ ഒരു തുടർ നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന ഒരു കത്തോലിക്ക കോൺഗ്രസ് അടക്കം ആരോപിക്കുന്ന ഒരു വലിയ വിഭാഗം പേർ അതിൽ പ്രതിഷേധവുമായിട്ട് വരികയും എല്ലാം തന്നെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മതമേലധ്യക്ഷനാണ്, ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിന്റെ ഇവർക്ക് നേരെ കരുതിക്കൂട്ടിയുള്ള ഒരു അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായിട്ടാണ് ഇത് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തോടുകൂടി ഈ പ്രതികളിലേക്ക് എത്തിച്ചെല്ലാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഡാനി, ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാനാണ് ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ. അദ്ദേഹം പാലാ സ്വദേശിയാണ്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പാലായിലേക്ക് വന്നത്. അതായത് പാലാ രൂപതയുടെ പാലാ ബിഷപ്പ് ഹൗസിലെ വാഹനമായിരുന്നു അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി, എറണാകുളത്തു നിന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചത്. ആ വാഹനമാണ് തല്ലി തകർത്തത്. പക്ഷെ തുടക്കത്തിൽ മറ്റു കേസോ പരാതികളോ വേണ്ട എന്ന നിലപാടിലായിരുന്നു ബിഷപ്പ്. പക്ഷേ സംഭവത്തിന്റെ ഗൗരവം ഇതല്ല. കാരണം ഒരു മതപുരോഹിതന് മേൽ പോലും ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവത്തോടെ കാണണം, പരാതി നൽകണം എന്ന്
സഭാ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം പരാതി നൽകുകയായിരുന്നു. നേരത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ, ഫാദർ ഫിലിപ്പ് കബീർ സൂചിപ്പിച്ചതുപോലെ, ഒരു മതസൗഹാർദ്ദം പോലും തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണിത്. ശക്തമായ നടപടി ആവശ്യമല്ലേ? തീർച്ചയായും ശക്തമായ ഒരു നടപടി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഈ രീതിയിൽ ഒരു മതമേലധ്യക്ഷൻ പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കേരളത്തിലെ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എന്നതെല്ലാം തന്നെ പറയപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഒരു പൊതുനിരത്തിൽ ഒരു മതമേലധ്യക്ഷന് നേരെ തന്നെ ഉണ്ടാവുന്നത്. അത് പിന്തുടർന്നെത്തി അതിക്രമിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിൽ വന്ന് പുറകെ വന്നുകൊണ്ട് അത് ഒരിക്കലും നമ്മൾക്ക് ലാഘവത്തോടെ കാണാനായിട്ട് സാധിക്കുകയില്ല. പിന്തുടർന്നെത്തുക, അതിനുശേഷം വാഹനം നിർത്തിയിടിപ്പിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ അതിക്രമം നടത്തുക, വെല്ലുവിളി നടത്തുക, തുടർന്ന് അവർ മടങ്ങുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ ആ രീതിയിലേക്കുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽ പരാതികളില്ല എന്ന് പറയുമ്പോൾ പോലും അതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. അതിന് മറ്റു സാമൂഹിക വശം കൂടിയുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നമാണ്. അത് തീർച്ചയായും അത്തരം ഭീഷണികൾ നേരിടുന്ന ഒരു സമയത്ത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. എന്നാലും പോലീസ് ഇതിൽ കാര്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തും. അതുകൊണ്ടാണ് വാഹനം ആരുടേതെന്ന് എത്തുന്നതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തന്നെ തുടരുകയാണ്. പ്രതികളിലേക്ക് തന്നെ വൈകാതെ തന്നെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.